സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയെന്നോണമായ സൗഖ്യദായകമായ കുദാശ എന്നറിയപ്പെടുന്ന രോഗീ ലേപനത്തെക്കുറിച്ചാണ്. ഈ ചർച്ചയ്ക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്ന അഭിവന്ദ്യ പാമ്പ്ളാനി പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായി തങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കടുമേനി സെൻറ് മേരീസ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഏറ്റവും ഹൃദയപൂർവ്വമായ സ്വാഗതം ആശംസിക്കുന്നു. ഒരു സംശയം കൊണ്ട് പിതാവേ, ഡീക്കൻ പട്ടം സ്വീകരിച്ചവർക്ക് രോഗിലേപനം കൂദാശ നൽകുവാനുള്ള അധികാരം നൽകുന്നുണ്ടോ സഭ? ഡീക്കൻ പട്ടം സ്വീകരിച്ചവർക്ക് രോഗീലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താണ്? ഇവിടെ പാപമോചനം നൽകുന്ന കൂദാശയാണത്. പാപമോചനം നൽകുന്ന കൂദാശ ആർക്കുള്ളതാണ്? വൈദികർക്ക് മാത്രമായി, വൈദികനോ മെത്രാൻ പദവിയിലോ ഉള്ളവർക്ക് മാത്രം പരികർമ്മം ചെയ്യാവുന്ന കൂദാശയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം, രോഗീലേപനം ഇവ പാപമോചനം നൽകുന്ന കൂദാശകളാകിയാൽ ഈ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നത് നിയമാനുസൃതം പൗരോഹിത്യം സ്വീകരിക്കുകയും പാപമോചന അധികാരം നിലനിർത്തുകയും ചെയ്യുന്ന വൈദികർക്കാണ്. ചില വൈദികരുടെ കുമ്പസാരിപ്പിക്കാനുള്ള അധികാരം ചിലപ്പോൾ എടുത്തുകളയും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്കുള്ള ശിക്ഷയായിട്ട് ലഭിക്കുന്നു. അത്തരം അവസ്ഥകളിലും ഈ കൂദാശയുടെ പരികർമ്മം ബുദ്ധിമുട്ടാണ്. നീ കൂടുതൽ സംശയങ്ങൾ? പിതാവേ, ഇപ്പോൾ അപകടത്തിലൊക്കെപ്പെട്ട് മരണപ്പെടുന്ന സാഹചര്യങ്ങളിൽ രണ്ടുപേർ അപകടത്തിൽപ്പെട്ടു, ഒരാൾ രക്ഷപ്പെട്ടു, മറ്റേയാളുടെ മടിയിൽ കിടന്നാണ് മരിക്കുന്നതെങ്കിൽ ഈ വീട്ടുമാമോദീസയൊക്കെ നൽകുന്നത് പോലെ രോഗീലേപനം കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ രോഗീലേപനം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് രോഗീലേപനം സ്വീകരിക്കാൻ യാതൊരു അവസരവും ഇല്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാവുന്ന പ്രാർത്ഥനകൾ ചൊല്ലി ആ രോഗിക്ക് വേണ്ടി സഹായിക്കുക. ഈശോ മറിയ ഔസേപ്പേ, എനിക്ക് കൂട്ടായിരിക്കണമേ. കാരണം രോഗീലേപനം നൽകണം എന്നുണ്ട് എങ്കിൽ ആര് വേണം? വൈദികൻ വേണം. അല്ലെങ്കിൽ ഒരു വൈദികനെയും കൂടെ ആ വണ്ടിയെ കയറ്റി അപകടത്തിൽപ്പെടുത്തുക, എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് രോഗീലേപനം നടത്താൻ പറ്റും. എല്ലാ അപകട വാഹനത്തിലും വൈദികനില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു പ്രതിസന്ധി അവിടെ ശേഷിക്കുന്നു. അത് ദൈവം പ്രത്യേകമായി തരുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് ക്രിസ്റ്റി. രോഗീലേപനം സ്വീകരിച്ച് മരിക്കുക എന്ന് പറയുന്നത് ദൈവം ഒരാത്മാവിനോട് കാണിക്കുന്ന കരുതലും കരുണയും സ്നേഹവും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും രോഗീലേപനം കിട്ടാൻ ഉള്ള സാധ്യത പലപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ അമ്മമാരൊക്കെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്: കർത്താവേ, ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്നൊരു പ്രാർത്ഥന അവരുടെ ജീവിതത്തിൻ്റെ താളം പോലെയായിരുന്നു. ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണം. അതൊരു അർത്ഥപൂർണമായ പ്രാർത്ഥനയാണ്. നമ്മളും ചൊല്ലണം: കർത്താവേ, ഒരുക്കമില്ലാത്ത പെട്ടെന്നുള്ള ദുർമരണങ്ങളിൽ നിന്ന്, ഒരുങ്ങാതെ മരിക്കേണ്ടി വരുന്നതിനെയാണ് അവരെന്തെന്ന് വിളിച്ചിരുന്നത്? ദുർമരണം എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെയുള്ള മരണങ്ങളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. നിൻ്റെ പക്കൽ എത്തിച്ചേരാൻ വേണ്ടത്ര ഒരുക്കത്തോടും യോഗ്യതയോടും കൂടി മരിപ്പാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മുടെ കാർന്നവന്മാർ പ്രാർത്ഥിച്ചിരുന്നു. ആ ഒരു പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമുണ്ട്. ആ പ്രാർത്ഥന നമ്മളും ചൊല്ലിത്തുടങ്ങണം കേട്ടോ. ചെറുപ്പമാണെന്ന് വിചാരിച്ച് ഇതൊന്നും ആവശ്യമില്ല എന്ന് ക്രിസ്റ്റി വിചാരിക്കരുത്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലണം. അപ്പോൾ നമുക്കും അതിനുള്ള കൃപ കിട്ടും. തീർച്ചയായിട്ടും പിതാവേ. അപ്പോൾ ചില സമയത്തെങ്കിലും ചിലരുടെ മരണത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, നല്ല മരണം കിട്ടി എന്നൊക്കെ.
അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ആണെങ്കിലും വളരെ നന്നായിട്ട് വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിച്ചതാണ്, പക്ഷേ ഈ പറയുന്ന പോലെ അപകടത്തിലൊക്കെ മരിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനൊക്കെ നമ്മൾ ദുർമരണങ്ങളൊക്കെ പറയാറുണ്ട്. അതിനെ പിതാവ് എങ്ങനെയാണ് കാണുന്നത് ഈ സാഹചര്യം? യെസ്, ഇത് നല്ലൊരു ചോദ്യമാണ് സുബിനച്ചൻ ചോദിച്ചത്. അതായത് ഇത് നല്ല മരണം, ദുർമരണം. അങ്ങനെ ദുർമരണം എന്നും നല്ല മരണമെന്നും പറയുന്നത് നമ്മൾ മരണത്തിൻ്റെ രീതി നോക്കിയിട്ട് ഇത് നല്ല മരണം, ഇത് ദുർമരണം എന്ന് വിധിക്കരുത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ആളെ പാണ്ടിലോറി ഇടിച്ചു, ആൾ മരിച്ചു, ദുർമരണം. ഫ്ലൈറ്റ് തകർന്ന ഒരാൾ മരിച്ചു, അതെന്താണ്? സന്മരണമാണ്. കാരണം എന്താണ്? മിനിമം 1 കോടി രൂപ കൈ കിട്ടും, അതുകൊണ്ട് അത് സന്മരണം. അങ്ങനെ അല്ല നമ്മൾ മനസ്സിലാക്കി. കട്ടിലേ കിടന്ന് മരിക്കുന്നതെല്ലാം നല്ല മരണം, നടന്നു പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് മരിച്ച ദുർമരണം, അല്ലെങ്കിൽ വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ കിണറിൻ്റെ പാലത്തൊടി ഒടിഞ്ഞ് താഴെ വീണ് മരിച്ചത് ദുർമരണം. ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു വെക്കുന്നു. അല്ല, സന്മരണം ദുർമരണം എന്ന് പറയുന്നതിനെ വേർതിരിക്കേണ്ടത് മരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യതയിലാണ് എങ്കിൽ, വരപ്രസാദത്തിലാണ് എങ്കിൽ എങ്ങനെ മരിച്ചാലും അതെന്താണ്? നല്ല മരണം. മരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ആത്മാവ് നരകത്തിന് അർഹമായ അവസ്ഥയിലാണ് എങ്കിൽ അതാണ് ദുർമരണം. മരണത്തിൻ്റെ രീതിയെ നോക്കി നമ്മളാരും മരണത്തിൻ്റെ നല്ലതും ചീത്തയും വിധിക്കരുത്. മറിച്ച് മരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിയുടെ ആത്മാവ് ഏത് അവസ്ഥയിലായിരുന്നു, അതാണ് പരമപ്രധാനമായ കാര്യം. അതാണ് നല്ല മരണത്തെയും ദുർമരണത്തെയും വേർതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട് ഈ അറിവിലൂടെ, അല്ലേ? തീർച്ചയായിട്ടും. ഇനി കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടോ? പിതാവേ, ഈ ചെറുപ്പത്തിൽ എൻ്റെ വല്യപ്പച്ചൻ സന്ധ്യാപ്രാർത്ഥന അവസാനിപ്പിക്കുന്ന ഒരു രസകരമായ പ്രാർത്ഥന ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ രാജാവായ നസ്രയക്കാരനായ ഈശോയെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന്. അപ്പോൾ മരണത്തിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും നിന്നും രക്ഷിക്കണമേ എന്ന്. അപ്പോൾ അന്ന് കുഞ്ഞ് ആയിരുന്നപ്പോഴത്തേക്ക് എനിക്ക് അതിനെപ്പറ്റി, ആ പ്രാർത്ഥനയെപ്പറ്റി വലിയ ബോധ്യമൊന്നുമില്ലായിരുന്നു. അതായത് നമ്മളുടെ വിശ്വാസം പലപ്പോഴും അതിൻ്റെ ആഴവും ഉറപ്പും നമ്മൾ തിരിച്ചറിയുന്ന എപ്പോഴാണ്? സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. ഒരു കാറ്റ് വന്ന് ആഞ്ഞടിക്കുമ്പോഴാണ് മരത്തിൻ്റെ വേരിന് എന്തുമാത്രം കരുത്തുണ്ട് എന്ന് മനസ്സിലാകും. കരുത്തില്ലാത്തതൊക്കെ എന്താകും? വെട്ടിയലച്ച് വീഴും. അതാണ് ഈ വാഴയ്ക്ക് വേരൊന്നുമില്ല. വാഴ ചുമ്മാ പൊണ്ണത്തടിയായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അത് ഒരു ചെറിയ കാറ്റത്ത് അലച്ച് വീഴും. അതേസമയം തേക്ക് മരം അത് ആഴങ്ങളിലേക്കും വേര് പാകി നിൽക്കുക, അതിനെ ഉലയ്ക്കാൻ പറ്റിയത്. തെങ്ങ് നല്ല കരുത്തോടെയാണ് അതിൻ്റെ വേരുകൾ, അതിനെ ഉലച്ച് വീഴിക്കാൻ സാധാരണഗതിയിൽ കാറ്റിന് പറ്റാറില്ല. തെങ്ങ് ചതിക്കുകയല്ല എന്ന് കാരണവന്മാരുടെ ഒരു പ്രയോഗം തന്നെയുണ്ട്. പക്ഷേ അത് പറയുന്ന കാരണവരുടെ തലയിലായിരിക്കും ചിലപ്പം തേങ്ങ വീഴുന്നത്, അത് വേറൊരു വിഷയം. പക്ഷേ നമ്മുടെയും വിശ്വാസത്തിന് നല്ല വേരോട്ടമുണ്ട് എങ്കിൽ നമ്മൾ അത് സഹനത്തിലാണ് അത് വെളിപ്പെടുന്നത്. വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും ചില മനുഷ്യരുടെയൊക്കെ ശക്തിയും കരുത്തും കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടു. ഞാൻ തന്നെയും ഈ അടുത്ത നാളിൽ ഒരു അപകടത്തിൽ ഒരു കുഞ്ഞ് മരിച്ച വീട്ടിൽ ചെന്നപ്പോൾ ആ മാതാപിതാക്കൾ പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് നല്ലതാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ ഇപ്പോൾ അത് ഭയങ്കര സങ്കടം അത് മനസ്സിലാക്കാൻ. പിതാവ് ആ കൃപ എനിക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് കൊച്ചിൻ്റെ മൃതശരീരത്തിൽ ഞാൻ ഒപ്പീസിയല്ലി തിരിഞ്ഞപ്പോൾ ഈ അപ്പനും അമ്മയും വന്ന് മുട്ടേ നിന്നു. ഞങ്ങളോട് ദൈവം അന്യായം ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് സഹിക്കാൻ ഭയങ്കര സങ്കടമുണ്ട്. അതൊന്ന് മനസ്സിലാക്കി കിട്ടാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ശരിക്കും അതൊക്കെ വിശ്വാസത്തിൻ്റെ വലിയ കരുത്തുറ്റ ബോധ്യങ്ങളാണ്. അത്തരം ബോധ്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം ഈ സഹനങ്ങളുടെ ആഴമേറിയ പൊരുൾ ഗ്രഹിക്കാനുള്ള കൃപയെ തരണമേ എന്നതാണ് വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം. എനിക്ക് തോന്നുന്നു അടുത്ത നാളുകളിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരു അമ്മ തൻ്റെ മകൻ്റെ മരണസമയത്ത്, വേർപാട് സമയത്ത് നടത്തിയൊരു പ്രസംഗമൊക്കെ. എനിക്ക് തോന്നുന്നു അത് ആ അമ്മയ്ക്ക് മകൻ്റെ മരണത്തിലുള്ള അല്ലെങ്കിൽ മകൻ്റെ മരണശേഷമുള്ള പ്രത്യാശയുടെ ഭാഗമായിട്ട് നടത്തിയ
ഒന്നാക്കിയിട്ട് നമുക്ക് കണക്കാകുന്നതാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു നല്ല മാതൃകയാണ് നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുകൾ പുലർത്തുവാനായിട്ട്. ഇനി കൂടുതൽ സംശയങ്ങൾ? ഒരു ചോദ്യം. പിതാവേ, ചില കുടുംബങ്ങളിലെ രോഗങ്ങൾ മാറാതെ നിൽക്കുന്നുണ്ട്. ചില വ്യക്തികളിൽ മാറി, കുടുംബങ്ങളിലുള്ളവർക്ക് മാറി നിൽക്കുന്നുണ്ട്. അപ്പം ചിലർ പറയാത് പിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഫലമായി ശാപത്തിനുണ്ടാകുന്നതാണെന്ന്. അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന്? യെസ്, ശാപങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാൻ വളരെ ശ്രമകരമായൊരു വിഷയമാണ്. ഇതേക്കുറിച്ച് ആധ്യാത്മിക പണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ അഭിപ്രായാന്തരങ്ങളുണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. വാസ്തവത്തിൽ പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് മക്കളെ ശിക്ഷിക്കുവോ എന്നൊരു ചോദ്യത്തിന് എസെക്കിയേൽ പ്രവാചകൻ 18-ാം അധ്യായത്തിൽ ഉത്തരം പറയുന്നു. 18-ാം അധ്യായം 2-ാം വാക്യം എങ്ങനെയാണ്? 1 മുതലുള്ള വാക്യങ്ങൾ എങ്ങനെയാണ്? പിതാക്കന്മാർ പുളിച്ച മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന പഴമൊഴി നിങ്ങളിപ്പോഴും ഇസ്രായേലിൽ ആവർത്തിക്കുന്നത് എന്തുകൊണ്ട്? അതതിൻ്റെ അർത്ഥം എന്താ? പിതാവ് പുളിച്ച മുന്തിരിങ്ങ തിന്നാൽ പിതാവിൻ്റെ പല്ലേ പുളിക്കുള്ളൂ. 50 കൊല്ലം കഴിഞ്ഞ് മകൻ്റെ പല്ല് അതിൻ്റെ പേരിൽ പുളിക്കുകയില്ല. മകൻ്റെ പല്ല് പുളിക്കുന്ന എപ്പോഴാണ്? മകൻ ആ പുളിച്ച മുന്തിരിങ്ങ തിന്നുമ്പോഴാണ്. അല്ലെങ്കിൽ മിനിമം മകൻ ആ അപ്പൻ മുന്തിരിങ്ങ തിന്നുന്നത് കണ്ടുകൊണ്ടെങ്കിലും ഇരിക്കണം, അല്ലേ? അങ്ങനെ നല്ല ഒരു പുളിച്ച മാങ്ങ വേറൊരാൾ തിന്നുന്ന കാണുമ്പോഴും നമ്മുടെ വായിൽ വെള്ളം ഊറാറുണ്ട്. നിങ്ങൾക്കില്ലേ? ഇല്ലേ? എനിക്ക് മാത്രമുള്ള പ്രശ്നമാണ്? എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അത് ഞാൻ വെറുതെ ഭംഗിവാക്ക് പറഞ്ഞാൽ, തമാശ പറഞ്ഞല്ല, അതിലൊരു കാര്യമുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ അപ്പൻ്റെ പ്രവൃത്തിക്ക് മകൻ ആകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ അപ്പൻ നമ്മുടെ പറമ്പിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തെ തീ വെച്ച് ഓടിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ തകർത്ത് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു, അവരുടെ പറമ്പും കൂടി കയ്യേറി. അത് മക്കൾക്കറിയാം ഇന്ന കുടുംബത്തോട് ചെയ്ത അന്യായമാണത്. അപ്പം മരിച്ചു, പക്ഷേ ഈ പറമ്പ് ഇപ്പോഴാരാണ് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത്? മകനാണ്. അപ്പോൾ അപ്പൻ്റെ തെറ്റിൽ ഈ മകൻ പങ്കാളിയാകുന്നു, അല്ലേ? അത്തരം സന്ദർഭങ്ങളിൽ ഈ പറയുന്നത് പോലെയുള്ള ശാപം എന്നല്ല അതിന് നമ്മൾ കത്തോലിക്ക കാഴ്ചപ്പാടിൽ പറയുക, പാപത്തിൻ്റെ കാലിക ശിക്ഷ എന്ന് പറയുന്ന ഒരാശയമുണ്ട്. കാലിക ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടിയെന്ന് തന്നെ വിചാരിക്കും. എങ്കിലും ചില കാലിക ശിക്ഷകൾ ശേഷിക്കുന്നു. കാലിക ശിക്ഷ ശേഷിക്കുന്നു. അതേതാണ്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ 10,000 രൂപ മോഷ്ടിച്ചു. അച്ഛൻ്റെ അടുക്കൽ പോയി കുമ്പസാരിച്ചു, അച്ഛൻ ഞാൻ 10,000 രൂപ അടിച്ചു മാറ്റി. പലരും രാജധാനി എക്സ്പ്രസ് പോകുന്ന സ്പീഡിൽ കുമ്പസാരിക്കുന്നത് കൊണ്ട് അച്ഛന് തിരിഞ്ഞിട്ടും കാണില്ല. അച്ഛൻ എന്തൊക്കെയോ കേട്ടു. അച്ഛൻ പറഞ്ഞ് നീ 3 നന്മ നിറഞ്ഞവരെയും ചെല്ലാൻ പറ്റും. അവൻ നോക്കുമ്പോൾ ലോട്ടറി അടിച്ച പോലെയാണ്. 3 നന്മ നിറഞ്ഞ മറിയത്തിന് എത്രയാ? 10,000 രൂപ കയ്യിലിരിക്കും. അത് പക്ഷേ എന്താണ്, അവൻ ആ മോഷണത്തിൻ്റെ പേരിൽ അവൻ നരകത്തിൽ പോവുകയല്ല, അവൻ്റെ നിത്യശിക്ഷ കുമ്പസാരത്തിൽ ഒഴിവായി കിട്ടി. പക്ഷെ അവൻ്റെ കാലിക ശിക്ഷ ഒഴിവാകണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ ആ 10,000 രൂപ തിരിച്ചു കൊടുക്കണം, ഇല്ലേ? അപ്രകാരം പരിഹരിക്കപ്പെടാത്ത തിന്മകളെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു, അത് കാലിക ശിക്ഷകളായി ശേഷിക്കും. അത്തരം കാലിക ശിക്ഷകൾ പലപ്പോഴും ഇങ്ങനെ വിട്ടുമാറാത്ത രോഗങ്ങളായോ സഹനങ്ങളായോ ഒക്കെ കുടുംബങ്ങളിൽ സംഭവിക്കാവുന്നതാണ്. അതിന് പരിഹാരത്തിൻ്റെ ജീവിതം കുടുംബാംഗങ്ങൾ നയിക്കുന്നതും നല്ലതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവം ആരെയും ശപിക്കുന്നില്ല. മനസ്സിലായോ? ദൈവം ശപിച്ചതിൻ്റെ ഫലമായിട്ടല്ല ഇത്തരത്തിലുള്ള തകർച്ചകൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകും. മറിച്ച് നാം ഈ തിന്മയോട് സഹവർത്തിത്വം പുലർത്തുമ്പോൾ നമ്മൾ ആരുടെ കൂടെയാണ്? പിശാചിൻ്റെ കൂടെയാണ്. പിശാചിനറിയാവുന്ന ഏക പണി എന്താ? യോഹന്നാൻ 10:10 പറഞ്ഞിട്ടുണ്ട്, അവൻ വരുന്നത്
മോഷ്ടിക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കാൻ. ഇതാ പിശാചിൻ്റെ പണി. പിശാച് ആണ് ഈ തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ പ്രശ്നം എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ശാപം കിട്ടി, അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രോഗങ്ങൾ വിട്ടുമാറുന്നില്ല എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ അത് ശരിയല്ല. ദൈവം ആരെയും ശപിക്കുന്നോ രോഗിയാക്കുന്നോ തളർത്തുന്നോ ഇല്ല. മറിച്ച് നമ്മുടെ തന്നെ തിന്മയുടെ ബന്ധനങ്ങൾ മൂലം നാം സാത്താൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കാൻ ഇടവരുമ്പോൾ അത് നമുക്ക് തകർച്ചകളായി, രോഗങ്ങളായി, അസ്വസ്ഥതകളായി തുടരുന്നു. അതുകൊണ്ട് ശാപത്തിൻ്റെ ഉത്തരവാദി ദൈവമല്ല, പാപത്തിലൂടെ ശാപത്തെ സാത്താനിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ നമ്മൾ തന്നെയാണ് നമ്മുടെ ശാപത്തിൻ്റെ ഉത്തരവാദി. സീക്കാറ്റ് ധാരാളം പ്രേക്ഷകർ കാണുന്നുണ്ട്. പ്രേക്ഷകരുടെ ഒത്തിരിയേറെ വിലപ്പെട്ട ചോദ്യങ്ങൾ ശലോം ടി വിയിൽ ലഭിക്കാറുമുണ്ട്. അങ്ങനെ ഒരു സംശയമാണ് ഇവിടെ കത്തായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് കത്തയച്ചിരിക്കുന്നത് സോണി കോഴിക്കോട് നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംശയമാണ് പിതാവ്. 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ്. സൃഷ്ടിയുടെ വിവരണത്തെക്കുറിച്ചുള്ള ഒരു സംശയമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആംഗ്ലിക്കൻ ബിഷപ്പായ ജെയിംസ് ആഷർ സൃഷ്ടിയുടെ വിവരണത്തെക്കുറിച്ചുള്ള ഒരു വാദഗതി മുന്നോട്ട് വച്ചത് വായിക്കുവാനിടയായി. അദ്ദേഹത്തിൻ്റെ പഠനപ്രകാരം BC 4004 സൃഷ്ടികർമ്മം നടന്നിട്ടുള്ളത്. ബൈബിളിലെ തലമുറ വിവരണങ്ങളും ബൈബിളിന് പുറത്തുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വിശദമായ പഠനത്തിലൂടെയുമാണ് ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ വിഷയത്തിൽ സഭയുടെ പ്രതികരണം എന്താണ്? യെസ്, അത് വളരെ നല്ല ഒരു സംശയമാണ് എഴുതി ചോദിച്ചേക്കുന്നത്. കാരണം നമ്മൾ ബൈബിളിൻ്റെ വിവരണമനുസരിച്ച് മനുഷ്യ സൃഷ്ടിയുടെ പഴക്കം എത്ര വരെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ പഴക്കം എത്ര, ഇതൊക്കെയാണ് നമ്മൾ അടിസ്ഥാനപരമായി ഈ ചോദ്യത്തിൻ്റെ പിന്നാമ്പുറത്തുള്ളത്. അതായത് ഇതേക്കുറിച്ച് പല പഠനങ്ങളും പല പണ്ഡിതന്മാരും നടത്തിയിട്ടുണ്ട്. അതിലൊരു ആംഗ്ലിക്കൻ ബിഷപ്പ് നടത്തിയ പഠനത്തെയാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഈ ബിഷപ്പിൻ്റെ പഠനം വളരെ ലളിതമായൊരു പഠനമാണ്. അദ്ദേഹം നടത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷത്തിൽ 42 തലമുറകളെക്കുറിച്ച് പറയുന്നു, അല്ലേ? ഈശോ ജനിക്കുന്നതിന് മുമ്പ് 42 തലമുറകൾ പറയുന്നു. ആ തലമുറകൾ ഏതൊക്കെ എന്നവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ പുള്ളിക്കാരനിരുന്ന് അതിൻ്റെ മുഴുവനും പ്രായം കണക്ക് കൂട്ടി. അപ്പോൾ ഒരു തലമുറ എന്ന് പറയുമ്പോൾ ഒരു 20 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അടുത്ത കൊച്ചുണ്ടാകും. അങ്ങനെ ആ തലമുറകളെ ഗുണിച്ചു. 42 ഗുണിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം തലമുറകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം നോഹയുടെ വംശാവലി, കാരണം അബ്രാഹത്തിൻ്റെ കാലം മുതലാണ് ഈ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കും. തുടർന്ന് അദ്ദേഹം ലൂക്കാ സുവിശേഷത്തിലേക്ക് പോയി. ലൂക്ക ആദാമിൻ്റെ കാലം മുതലുള്ള വംശാവലി പറയുന്നതിനാൽ അത് കണക്ക് കൂട്ടി. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി വെച്ചിട്ട് പുള്ളി പറഞ്ഞു, ഇതാ ഈ വംശാവലികൾ അനുസരിച്ച് ഈ 4005 കൊല്ലമാണ് ഭൂമിയുടെ ആയുസ്. ഇത്രയേ ഉള്ളൂ എന്ന്. അങ്ങനെ ഒരു കണക്കുകൂട്ടലുകൾ ബാലിശമാണ്, അബദ്ധമാണ്. കാരണം എന്താണ്? രക്ഷാകര ചരിത്രത്തിൽ ചില സുപ്രധാന വ്യക്തികളുടെ മാത്രം പേരെടുത്തുകൊണ്ട് ബൈബിൾ നടത്തുന്ന ഒരു വിശകലനത്തെ ഈ ഭൂമിയുടെ പഴക്കം നിശ്ചയിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവിവേകമാണ്. നമുക്കറിയാം ആദാമിൽ നിന്ന് അബ്രാഹത്തിലേക്കുള്ള കാലദൈർഘ്യം എത്രയാണ്. ചിലപ്പോൾ അത് മില്യൺസ് ഓഫ് ഇയേഴ്സിലൂടെ ആയിരിക്കും സംഭവിച്ചിരിക്കുക. അബ്രാഹം എന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയിൽ നിന്ന് തുടങ്ങുന്ന കാലം നോക്കിയാൽ ഒരുപക്ഷെ ഈ കാലഘട്ടം ഒരു നിശ്ചിത കാലമായി. നമുക്കറിയാം അബ്രാഹത്തിൻ്റെ കാലം BC 19-ാം നൂറ്റാണ്ടിലാണ്. പുറപ്പാട് സംഭവം നടക്കുന്നത് BC 1296 മുതൽ 1256 വരെ, അല്ലെ ആ ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെ കണക്കുകൂട്ടി നോക്കിയാൽ ഈശോ മിശിഹ ജനിക്കുന്നത് വരെയുമുള്ള സമയം, അബ്രാഹം മുതൽ ഈശോ മിശിഹ വരെയുള്ള കാലം ഒരു 2000 കൊല്ലമാണ് എന്ന് നമുക്ക് ന്യായമായും ഊഹിക്കാവുന്നു. അതിൻ്റെ അർത്ഥം
അതിനാ മുമ്പ് മനുഷ്യരില്ലായിരുന്നെന്നാണോ? അതിന് ചരിത്രാതീത കാലം എന്ന് പറയുന്ന ലോകസൃഷ്ടി മുതൽ അബ്രാഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വരെയുള്ള ആ കാലഘട്ടത്തെ നമ്മൾ കേവലം നിസാരവൽക്കരിക്കരുത്. അത് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആകാം എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാതാക്കൾ നൽകുന്ന സാക്ഷ്യമാണ്. സഭയും ആ സാക്ഷ്യത്തെ തന്നെയാണ് മുറുകെ പിടിക്കുക. ആളുകളുടെ ആയുസ്സുകൾ എഴുതി കൂട്ടിയിട്ട് 4003 വർഷം എന്ന് പറയുന്നത് അടിസ്ഥാനമില്ലാത്ത വാദമാണ്. അത് കത്തോലിക്ക സഭ അത്തരം ബാലിശമായ വാദങ്ങളെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക. രണ്ടാമത്തെ ചോദ്യം ഇപ്രകാരമാണ്. അത് മാമോദീസായെ സംബന്ധിക്കുന്നതാണ്. മാമോദീസ മുക്കപ്പെടുന്ന കുഞ്ഞിൻ്റെ ജ്ഞാനസ്നാന മാതാപിതാക്കളായി അകത്തോലിക്ക സഭാ വിഭാഗത്തിലുള്ള വ്യക്തികളെ സ്വീകരിക്കാമോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽ നിന്നാണ്. അവരുടെ കുടുംബങ്ങളും ഓർത്തഡോക്സ് വിശ്വാസികളാണ്. അങ്ങനെയെങ്കിൽ അവരുടെ കുഞ്ഞിൻ്റെ ജ്ഞാനസ്നാന മാതാപിതാക്കളാകാൻ ഭാര്യയുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അനുവാദം ലഭിക്കുമോ എന്നുള്ളതാണ് അവരുടെ സംശയം. ഇത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ സങ്കീർണമായ അല്ലെങ്കിൽ ഡെലിക്കേറ്റ് ആയൊരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജ്ഞാനസ്നാന മാതാപിതാക്കൾ, ഗോഡ് പേരൻസ്, അല്ലെങ്കിൽ എന്തെന്നാ തലതൊട്ടപ്പൻ അല്ലേ, തലതൊട്ടപ്പൻ തലതൊട്ടമ്മ, അവരുടെ ഉത്തരവാദിത്വം എന്ത് എന്നുള്ളതാണ്. കത്തോലിക്ക മാമോദീസ നൽകുമ്പോൾ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും വേണമെന്ന് നിർബന്ധമുണ്ട്. അവരുടെ ഉത്തരവാദിത്വം എന്താണ്? ഈ മാതാപിതാക്കൾ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തുന്നതിൽ വീഴ്ച വരുത്തിയാൽ പോലും ഇവർ വീഴ്ച വരുത്തിയല്ല, ഈ കുഞ്ഞിനെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സത്യവിശ്വാസത്തിൽ വളർത്താൻ ഞാൻ സർവാത്മന സന്നദ്ധനാണ്, പ്രതിജ്ഞാബദ്ധനാണ് എന്ന് പറയുന്നതാണ് ജ്ഞാനസ്നാന മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അല്ലേ? അത് വേറൊരു സഭയിലെ അംഗത്തിന് അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? പറ്റിയല്ല. അങ്ങനെ ചെയ്താൽ പോലും അത് വിശ്വസനീയമല്ല. അത് ഏതെങ്കിലും സഭകളുടെ മഹത്വത്തെ കുറച്ച് കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല. ആ സഭയെയും അവരുടെ വിശ്വാസ സംഹിതകളെയും കത്തോലിക്ക സഭ ആദരവോടെ നോക്കിക്കാണുന്നു. അവരെ സഹോദരി സഭകളായി തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ ജ്ഞാനസ്നാന മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എന്താണ്? ഈ ഒരു വിശ്വാസത്തെ, കത്തോലിക്ക വിശ്വാസത്തെ ഊന്നിപ്പറയുക എന്നുള്ളതാണ്. എന്നാൽ ഇതിന് ചില എക്സെപ്ഷൻസ് സഭ അനുവദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സഭകളുമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മെത്രാന്മാർ തമ്മിൽ ഉടമ്പടികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതായത് ഒരു പ്രാദേശിക സഭകൾ തമ്മിലുള്ള, ഇപ്പം കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയും ഇതര സഭകളുടെ മെത്രാന്മാരും തമ്മിൽ, അല്ലെ റോമിലെ മാർപ്പാപ്പായും ഈ സഭകളുടെ തലവനായ പാത്രിയാർക്കീസ് ബാവായോ മറ്റേതെങ്കിലും മെത്രാന്മാരോ ആയിട്ടുള്ളവരുടെ വ്യക്തികളുമായി ആ ഉടമ്പടികൾ റോമിൽ മാർപ്പാപ്പായുമായിട്ട് നടത്തിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലെ മെത്രാൻ സമിതികൾ സഭൈക്യ ചർച്ചകളുടെ ഭാഗമായി അത്തരത്തിലുള്ള ഉടമ്പടികളിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്ക്, അത്തരം സഭകൾക്ക് ഈ രീതിയിൽ മാമോദീസ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആകാം. അത് ആ ഉടമ്പടിയിൽ വ്യക്തമായി പറഞ്ഞിരിക്കണം. ഈ സഭകളിലെ മാതാപിതാക്കൾക്ക് അന്യോന്യം വിവാഹ ബന്ധങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഈ മാമോദീസായിൽ തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമായി വർത്തിക്കാൻ അനുവാദമുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മാത്രം അത് അനുവദനീയമാണ്. അല്ല എങ്കിൽ അത് അനുവദനീയമല്ല. കാരണം അതിൻ്റെ ലോജിക്ക്, അതിൻ്റെ കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും യഥാർത്ഥ ദൗത്യം ഈ സത്യവിശ്വാസം കുഞ്ഞിനെ പഠിപ്പിക്കുക, ആ സത്യവിശ്വാസത്തിൽ വളർത്തുക എന്നുള്ളത്. സോണിയുടെ സംശയങ്ങൾക്ക് ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും തീർച്ചയായിട്ട് ശാലോം TV-യിൽ എഴുതി അറിയിക്കുക. ഈ എപ്പിസോഡുകളിൽ നമ്മോടൊപ്പം ചർച്ചയ്ക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്ന
അഭിമന്യ പാമ്പളാനി പിതാവിന് CCAT-ൻ്റെ പേരിലും അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നമ്മോടൊപ്പം ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇവിടെ ആയിരുന്ന് സംശയങ്ങൾ ചോദിച്ച കടുമേനി സെൻറ് മേരീസ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഹൃദയപൂർവ്വമായുള്ള നന്ദി അറിയിക്കുകയാണ്. CCAT-ൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് സൗഖ്യത്തിൻ്റെ കുദാശ എന്നറിയപ്പെടുന്ന രോഗീ ലേപനത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം ദൂരീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.